നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോർപ്പറേറ്റ് വായ്പാ നിയമങ്ങൾ ലഘൂകരിക്കാൻ RBI നിർദ്ദേശം. കമ്പനികൾക്ക് വിദേശ ഫണ്ടിംഗ് എളുപ്പമാക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ സ്ഥിരതയുള്ള വളർച്ചയുടെ പ്രതീകമെന്ന് RBI ഗവർണർ. നിലവിലെ ആഗോള വ്യാപാര നയങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ദോഷം ചെയ്യുമെന്നും സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ വളർച്ച ആകസ്മികമോ ക്ഷണികമോ അല്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ത്യയെ തടയാൻ ബാഹ്യശക്തികൾക്കാവില്ലെന്നും മന്ത്രി. ഇന്ത്യ റഷ്യ വ്യാപാര അസന്തുലിതാവസ്ഥ ലഘൂകരിക്കാനുള്ള നടപടികളുമായി വ്ളാഡിമിർ പുടിൻ. ട്രംപിന്റെ താരിഫുകൾ തിരിച്ചടിയാകുമെന്നും പുടിൻ. ഓൺലൈൻ ഗെയിമിംഗിന് ദേശീയ അതോറിറ്റി സ്ഥാപിക്കാൻ നിർദ്ദേശം. ഗെയിമിംഗിന്റെ പ്രോത്സാഹനത്തിനും നിയന്ത്രണത്തിനുമുള്ള കരട് നിയമങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തു. വിശദമായ വാർത്തകൾ നോക്കാം. തുടർച്ചയായ രണ്ടാം ദിവസവും ഓഹരി വിപണി നേട്ടത്തിൽ അവസാനിച്ചു. BSE സെൻസെക്സ് 223.86 പോയിന്റ് ഉയർന്ന് 81,207.17 ക്ലോസ് ചെയ്തു. NSE നിഫ്റ്റി 57.95 പോയിന്റ് അഥവാ 0.23% ഉയർന്ന് 24,894.25 വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ജമാൽ ചേരുകയാണ്. ജാസ്മിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏത് സെക്ടറാണ് ഇന്ന് നേട്ടം കൈവരിച്ചത്? ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു പ്രകടനം പരിശോധിക്കുന്ന സമയത്ത് 24,759 ഓപ്പൺ ചെയ്ത് അവിടെ നിന്നും രണ്ടാമത്തെ ഒരു സെക്കൻഡ് സെഷൻ എത്തിയപ്പോഴേക്കും 24,904 എന്നുള്ളൊരു ഡേ ഹൈ ആണ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തത്. ഏതാണ്ട് ക്ലോസിംഗ് ബേസിസിലേക്ക് വരുന്ന സമയത്ത് ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ 24,800 എന്നുള്ള ഒരു നിലവാരം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. എഗെയിൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്തും ഇന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബൈങ് ഇൻട്രസ്റ്റ് തന്നെയാണ് കാണാൻ സാധിച്ചത്. തുടക്കം മുതൽ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അത് ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം 249 പോയിന്റിന്റെ ഒരു മുന്നേറ്റമായിരുന്നു പ്രകടമായിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിലേക്ക് വരുമ്പോഴും 170-ലധികം പോയിന്റുകളുടെ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു സെക്കൻഡ് സെഷൻ എത്തിയപ്പോഴേക്കും ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു കഴിഞ്ഞ ആഴ്ചകളിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ട്രെൻഡ് റിവേഴ്സലാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഏതായാലും ഈ ഒരു മാർക്കറ്റിന്റെ റിവേഴ്സലിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് എന്ന് കൂടി പരിശോധിക്കാം. ആദ്യമായിട്ട് തന്നെ മെറ്റൽ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള ബൈങ് ഇൻട്രസ്റ്റ് ആണ്. ഇന്ന് മെറ്റൽ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ഒരു നേട്ടത്തിലായിരുന്നു. മെറ്റൽ ഇൻഡെക്സ് ആണ് 1.82% ഒരു മുന്നേറ്റം നൽകിക്കൊണ്ട് സെക്ടറൽ ഇൻഡെക്സുകളിൽ ഏറ്റവും അധികം ഒരു ഔട്ട് പെർഫോമൻസ് നടത്തിയിരിക്കുന്നത്. ഇനി BSE മിഡ് സ്മോൾ ക്യാപ് സൂചികകളിലേക്ക് വരുമ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. മെറ്റൽ മേഖലയ്ക്ക് പിന്നാലെ ഇന്നിപ്പോൾ 1% മുന്നേറ്റം BSE സ്മോൾ ക്യാപ് ഇൻഡെക്സിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. PSU ബാങ്കിന്റെ ഒരു മുന്നേറ്റമാണ് ഇന്നും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഒരു അല്പം കൂടി കരുത്ത് പകർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. മറ്റു പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലേക്ക് വരുന്ന സമയത്ത് വളരെ ഫ്ലാറ്റായിട്ട് പെർഫോമൻസ് നടത്തിയിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോ, ഒപ്പം തന്നെ റിയൽറ്റി മേഖല, ഹെൽത്ത് കെയർ മേഖല എന്നിവയാണ്. ഈ 3 സെക്ടറുകളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സെക്ടറുകളും ഇന്ന് നേട്ടത്തിൽ തന്നെയാണ് ഈ ആഴ്ചയിലെ ഒരു അവസാനത്തെ ട്രേഡിംഗ് ഡേ അവസാനിപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായ രണ്ടാം ദിവസവും ഓഹരി വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്ന് ജാസ്മിൻ ജമാലാണ്. മറ്റു വാർത്തകൾ നോക്കാം. കോർപ്പറേറ്റ് വായ്പാ നിയമങ്ങൾ ലഘൂകരിക്കാൻ RBI നിർദ്ദേശം. കമ്പനികൾക്ക് വിദേശ ഫണ്ടിംഗ് എളുപ്പമാക്കുകയാണ് ലക്ഷ്യം. വിദേശ കറൻസികളിലുള്ള കോർപ്പറേറ്റ് വായ്പാ നടപടികൾ കുറയ്ക്കുന്നതിനുള്ള കരട് നിയമങ്ങൾ റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. വാണിജ്യ വായ്പകൾക്ക് യോഗ്യരായ വായ്പക്കാരുടെ വായ്പ നൽകുന്നവരുടെയും പട്ടിക വിപുലീകരിക്കാനും നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനും റിസർവ് ബാങ്ക് ലക്ഷ്യമിടുന്നു. ഇത് കമ്പനികൾക്ക് വിദേശ ഫണ്ടിംഗ് എളുപ്പമാക്കുന്നു. മൂലധന ലഭ്യത എളുപ്പമാക്കുന്നതിനുള്ള പ്രധാന നടപടികളുടെ ഭാഗമായാണ് ഈ നിർദ്ദേശം. ലിസ്റ്റ് ചെയ്ത ഡെറ്റ് സെക്യൂരിറ്റികളുടെ ഈടിലുള്ള വായ്പകളുടെ പരിധി നീക്കം ചെയ്യുക. ഓഹരികളുടെ ഈടിലുള്ള വായ്പാ പരിധി 20 ലക്ഷത്തിൽ നിന്നും 1 കോടി രൂപയായി ഉയർത്തുക. റീറ്റെയിൽ നിക്ഷേപകർക്കുള്ള IPO ധനസഹായം 10 ലക്ഷത്തിൽ നിന്നും 25 ലക്ഷമായി ഉയർത്തുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ബാങ്കുകൾക്ക് വായ്പാ അവസരങ്ങൾ വർദ്ധിക്കുമ്പോൾ
അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യുമെന്നും വളർച്ചയെ സാമ്പത്തിക സ്ഥിരതയുമായി സന്തുലിതമാക്കുമെന്നും RBI പ്രതീക്ഷിക്കുന്നു. വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ കഴിഞ്ഞ വർഷം ഓഹരികളിൽ നിന്നും $21 ബില്യൺ പിൻവലിച്ചിരുന്നു. ഇത് രൂപയെ ദുർബലപ്പെടുത്തി. ഓഹരികൾ, കടപ്പത്രങ്ങൾ, IPO ധനസഹായം എന്നിവയ്ക്ക് ഈടായി വായ്പ നൽകുന്നതിനുള്ള നിയമങ്ങൾ കഴിഞ്ഞ ദിവസം ലഘൂകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യ സ്ഥിരതയുള്ള വളർച്ചയുടെ പ്രതീകമെന്ന് RBI ഗവർണർ. നിലവിലെ ആഗോള വ്യാപാര നയങ്ങൾ സമ്പദ്വ്യവസ്ഥകളുടെ വളർച്ചയ്ക്ക് ദോഷം ചെയ്യുമെന്നും ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. കുറഞ്ഞ പണപ്പെരുപ്പം, ആരോഗ്യകരമായ ഫോറക്സ് കരുതൽ ശേഖരം, ശക്തമായ ബാലൻസ് ഷീറ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള ശക്തമായ മാക്രോ ഇക്കണോമിക് അടിസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ സ്ഥിരതയുള്ള വളർച്ചയ്ക്ക് കാരണമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. നിലവിലെ ആഗോള വ്യാപാര നയ അന്തരീക്ഷം ചില സമ്പദ് വ്യവസ്ഥകളുടെ വളർച്ചയ്ക്ക് ദീർഘകാല ദോഷം വരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അസ്ഥിരമായ ലോകത്ത് സ്ഥിരതയുടെ ഒരു നങ്കൂരമായി ഇന്ത്യ വേറിട്ടു നിൽക്കുന്നു. റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ GDP പ്രവചനം 6.8% ഉയർത്തി. ഓഗസ്റ്റിൽ പ്രവചിച്ച 6.5% നിന്ന് വർഷത്തിലെ ആദ്യപാദത്തിലെ ത്രൈമാസ വളർച്ച 6.4% കണക്കാക്കി. ഗ്രാമീണ ആവശ്യകത ശക്തമാണ്. നല്ല മൺസൂണും ശക്തമായ കാർഷിക പ്രവർത്തനങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്നു. അതേസമയം നഗര ആവശ്യകത ക്രമേണ പുനരുജ്ജീവിക്കുന്നു. ഈ സാമ്പത്തിക വർഷം ഇതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റവന്യൂ ചെലവുകളും ശക്തമായ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാധാരണയേക്കാൾ ഉയർന്ന മൺസൂൺ, ഖാരിഫ് വിതയ്ക്കലിലെ പുരോഗതി, മതിയായ ജലസംഭരണി നില എന്നിവ കാർഷിക ഗ്രാമീണ ആവശ്യകതയെ കൂടുതൽ ഉത്തേജിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സേവന മേഖലയിലെ ഉണർവ് സ്ഥിരമായ തൊഴിൽ സാഹചര്യങ്ങൾക്കൊപ്പം ആഭ്യന്തര ഉപഭോഗത്തെ പിന്തുണയ്ക്കുന്നു. GST നിരക്കുകളുടെ പരിഷ്കരണം അധിക ഉയർച്ച നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയുടെ വളർച്ച ആകസ്മികമോ ക്ഷണികമോ അല്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ത്യയെ തടയാൻ ബാഹ്യശക്തികൾക്കാവില്ലെന്നും മന്ത്രി. മറ്റിടങ്ങളിലെ തീരുമാനങ്ങൾ നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് നിഷ്ക്രിയ കാഴ്ചക്കാരനായിരിക്കാൻ കഴിയില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ മൂലധന ചെലവുകളുടെ നിയന്ത്രണം, ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ, പണപ്പെരുപ്പം നിയന്ത്രിക്കൽ എന്നിവയിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതാണ് ഇന്ത്യയുടെ സുസ്ഥിര വളർച്ച ഉറപ്പാക്കിയത്. ബിസിനസ് എളുപ്പമാക്കുന്നതിനും സാമ്പത്തിക മുന്നേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തെ ശരാശരി പൗരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന പരിഷ്കാരങ്ങൾ കേന്ദ്ര ഭരണകൂടം നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ഇത്തരം ലോകത്ത് നാം സജീവ പങ്കാളികളാകണമെന്നും ആവശ്യമുള്ളിടത്ത് സ്വയംഭരണം സംരക്ഷിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യ റഷ്യ വ്യാപാര അസന്തുലിതാവസ്ഥ ലഘൂകരിക്കാനുള്ള നടപടികളുമായി വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള ഊർജ്ജബന്ധം വിച്ഛേദിക്കാൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മേൽ US സമ്മർദ്ദം ചെലുത്തുന്നതിനെ വിമർശിച്ച പുടിൻ ട്രംപിന്റെ താരിഫുകൾ തിരിച്ചടിയാകുമെന്നും വിലയിരുത്തി. ഇന്ത്യ ഉൾപ്പെടെയുള്ള 140 രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുത്ത സോജിയിലെ അന്താരാഷ്ട്ര വാൾഡായി ചർച്ചാ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു പുടിൻ. ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതി സൃഷ്ടിച്ച വ്യാപാര അസന്തുലനാവസ്ഥ ലഘൂകരിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം ഡിസംബറിൽ വരാനിരിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിനായുള്ള പ്രതീക്ഷയും പ്രകടിപ്പിച്ചു. റഷ്യയും ഇന്ത്യയും ഒരിക്കലും ആഭ്യന്തര സംഘർഷങ്ങൾ നേരിട്ടല്ലെന്ന് പുടിൻ പറഞ്ഞു. ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും മരുന്നുകളുടെയും കൂടുതൽ ഇറക്കുമതി ഉൾപ്പെടെയുള്ള പരിഹാരങ്ങൾ പുടിൻ നിർദ്ദേശിച്ചു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ 15ാം വാർഷികം ഉടൻ ആഘോഷിക്കുമെന്നും പുടിൻ പറഞ്ഞു. റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യയും ചൈനയും സമ്മർദ്ദത്തിലാക്കാനുള്ള US ശ്രമങ്ങളെ പുടിൻ വിമർശിച്ചു. US താരിഫുകൾ ആഗോള വില വർദ്ധിപ്പിക്കുമെന്നും US ഫെഡറൽ റിസർവിനെ പലിശ നിരക്ക് ഉയർത്താൻ നിർബന്ധിതരാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇത് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ മന്ദഗതിയിലാക്കുമെന്നും പുടിൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓൺലൈൻ ഗെയിമിംഗിന് ദേശീയ അതോറിറ്റി സ്ഥാപിക്കാൻ നിർദ്ദേശം. ഗെയിമിംഗിന്റെ പ്രോത്സാഹനത്തിനും നിയന്ത്രണത്തിനുമുള്ള കരട് നിയമങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തു. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഓൺലൈൻ ഗെയിമിംഗ് നിയമങ്ങൾ 2025 കരട് വിജ്ഞാപനം പുറത്തിറക്കി. ഇതനുസരിച്ച് ഓൺലൈൻ ഗെയിമിംഗിനെ നിയന്ത്രിക്കുക, സ്പോർട്സും ഓൺലൈൻ സോഷ്യൽ ഗെയിമുകളും പ്രോത്സാഹിപ്പിക്കുക, പരാതി പരിഹാര സംവിധാനം എന്നിവയാണ് നിയമങ്ങൾ ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ നിയമത്തിൽ നിർദ്ദേശമുണ്ട്. ഗെയിമുകൾ നിയന്ത്രിക്കാനും തരംതിരിക്കാനും രജിസ്റ്റർ ചെയ്യാനും പരാതികൾ അന്വേഷിക്കാനും പിഴ ചുമത്താനുമുള്ള അധികാരം അതോറിറ്റിക്കായിരിക്കും. ഗെയിമിൽ പണമിടപാട് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കും. യുവജനകാര്യ കായിക മന്ത്രാലയം സ്പോർട്സിന്റെ അംഗീകാരത്തിനും പ്രോത്സാഹനത്തിനും മേൽനോട്ടം വഹിക്കും. അതേസമയം ഓൺലൈൻ സോഷ്യൽ ഗെയിമുകളുടെ പ്രോത്സാഹനത്തിന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമായിരിക്കും പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനവ്. ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 10,865 രൂപയും പവന് 86,920 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 35 രൂപ കൂടി 8,940 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം 156 രൂപയിലാണ് വെള്ളി വ്യാപാരം നടന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.